Sony XM5 versus Sonos Ace. Hello friends, welcome to my YouTube channel Shinobi Vibes. So ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് പ്രീമിയം ഹെഡ്ഫോൺസിന്റെ കമ്പാരിസൺ വീഡിയോ ആയിട്ടാണ്. സോ അതിനു മുമ്പായിട്ട് if you haven't subscribed to my channel, please do subscribe, like and share. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് വൺ ഈസ് സോണിയുടെ WH-1000 XM5. സോ സോണിയുടെ 1000 XM5 ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഹെഡ്ഫോൺസ് ആണ്. എന്നാൽ കുറെ നേരം കേൾക്കുമ്പോഴേക്കും നമുക്ക് ഈ ഇയർ ലോബ്സിൽ പെയിൻ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ മുകളിലത്തെ ഹെഡ് ബാൻഡ് കുറച്ച് കുറവാണ്, കുഷനിങ് കുറവാണ്. അതുകൊണ്ട് നമുക്ക് മുകളിലായിട്ട് പെയിൻ ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. അതുപോലെ ഇയർ കപ്സിന്റെ കുഷനിങ്ങും കുറവാണ് കമ്പയർഡ് ടു ബോസ് ആൻഡ് സോണോസ്. അപ്പോൾ അതുകൊണ്ടും ഇയറിന് പെയിൻ വരാൻ സാധ്യതയുണ്ട്. ഇതാണ് എനിക്ക് ഫീൽ ചെയ്തത്. സൗണ്ട് ക്വാളിറ്റി വൈസ് ഓഡിയോ പെർഫോമൻസ് നല്ല പെർഫോമൻസ് ആണ് കാണിക്കുന്നത്. നമുക്ക് കേൾക്കാൻ ഇമ്പമുള്ള സൗണ്ടാണ് കിട്ടുന്നത്. നല്ല ബാസ്, നല്ല ട്രബിള്, മിഡ്സ് എല്ലാം കറക്റ്റ് ആണ്. എന്നാൽ കുറച്ച് മിഡ്സും ട്രബിൾസും കുറച്ചുകൂടെ ബ്രൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യാം. അത് കൂടുതൽ കേൾക്കുമ്പോഴേക്കും നമുക്കൊരു ടയർഡ്നെസ് ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. അതേപോലെ സൗണ്ട് നമുക്ക് നോയിസ് ക്യാൻസലേഷൻ നോക്കിക്കഴിഞ്ഞാൽ നല്ല ബെസ്റ്റ് നോയിസ് ക്യാൻസലിംഗ് ഹെഡ്ഫോൺസ് ആണിത് അവൈലബിൾ ആയിട്ടുള്ള. പിന്നെ ആപ്പിൽ നമുക്ക് ഈക്വലൈസേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ടൺസ് ഓഫ് ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ സൗണ്ട് ലിങ്ക് ആപ്പ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. അതിനകത്ത് നമുക്ക് ഇഷ്ടംപോലെ അഡ്ജസ്റ്റ് ചെയ്യാം, നമുക്ക് ഫീച്ചേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യാം. സോ ഇറ്റ്സ് ഫീച്ചർ റിച്ച്. ഇപ്പോൾ ബാറ്ററി ലൈഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ANC ഓൺ ആയിട്ട് നമുക്ക് 30 hours ചാർജ് ഉണ്ട് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ക്വിക്ക് ചാർജ് അവൈലബിൾ ആണ്. അപ്പോൾ നോക്കുമ്പോഴേക്കും നമുക്ക് സൗണ്ട് ക്വാളിറ്റി വൈസ്, ANC വൈസ്, അതുപോലെ തന്നെ ഇതിന്റെ കസ്റ്റമൈസേഷൻ ഫീച്ചേഴ്സ് വൈസ് ആപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഒരു വാല്യൂ ഫോർ മണി പ്രോഡക്റ്റ് ആണ്. നമുക്കിപ്പോൾ ഇന്ത്യയിലാണെങ്കിലും UK യിലാണെങ്കിലും നമുക്ക് ഇത് കുറഞ്ഞ ഒരു എമൗണ്ട് നമുക്ക് ഇവിടെ കിട്ടുന്നതാണ്. അതുപോലെ കുറെ ഓഫേഴ്സ് ഉണ്ട്. നമുക്ക് ബ്ലാക്ക് ഫ്രൈഡേ ഓഫേഴ്സ് ഉണ്ട്. അങ്ങനെ ഓഫർ റേറ്റിന് നമുക്ക് മിക്കവാറും ആമസോണിലോ അല്ലെങ്കിൽ സോണിയുടെ സൈറ്റിൽ തന്നെ നമുക്കിത് കിട്ടുന്നതാണ്. സോ സോണിയുടെ മേടിക്കാൻ പറ്റുന്ന ഒരു വാല്യൂ ഫോർ മണി ഹെഡ്ഫോൺസ് ആണ് XM5. ഓൺലി തിങ് ഈസ് ദാറ്റ് ഇതിന്റെ ഈ കപ്പിന്റെ ഇവിടുത്തെ പാഡിങ്സ് കുറവായതുകൊണ്ട് തന്നെ വലിയ ഇയേഴ്സ് ഉള്ളവർക്ക് ഇത് കുറച്ച് കഴിയുമ്പോഴേക്ക് ഒരു ഇയർ പെയിൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ ഈ മുകളിലത്തെ ഹെഡ് ബാൻഡിന്റെ കുഷൻ അത് കുറവായതുകൊണ്ട് മുകളിലൊരു ഹെഡ് പെയിനും ഉണ്ടാകാറുണ്ട്. ഇത് കുറെ നേരത്തെ യൂസിന് ശേഷം മാത്രമേ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാറുള്ളൂ. പക്ഷേ അതൊരു പ്രോബ്ലം ആയിട്ട് വരാം. അപ്പൊ അതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്ത് നോക്കാം. എന്തായാലും നിങ്ങൾ ഇത് മേടിക്കുന്നതിന് മുമ്പേ നിങ്ങളുടെ ഷോറൂമിൽ, അടുത്തുള്ള ഒരു ഷോറൂമിൽ പോയി ഇത് യൂസ് ചെയ്ത് നോക്കുന്നത് എന്തായാലും നല്ലതായിരിക്കും. സോ നെക്സ്റ്റ് പ്രീമിയം ഹെഡ്ഫോൺ ആണ് സോണോസ് എയ്സ്. സോണോസ് എയ്സ് പ്രീമിയം പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു ഹെഡ്ഫോൺസ് ആണ്. പ്രീമിയം പ്രൈസ് റേഞ്ച് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് പ്രീമിയം കംഫോർട്ട് കിട്ടുന്നുണ്ട്. ആൻഡ് സൗണ്ട് ക്വാളിറ്റി ഈസ് സൂപ്പർ. എന്നാൽ സോണിയായിട്ട് കമ്പയർ ചെയ്യുമ്പോഴേക്ക് നമുക്ക് ഒരു അത്രയും ഓപ്പൺ അല്ല. എന്നാൽ ബാസും നല്ല രീതിയിലുള്ള ട്രബിൾസും മിഡ്സും ഉണ്ട്. അതുപോലെ നല്ല സൗണ്ട് സെപ്പറേഷൻസും ഉണ്ട്. എന്നാൽ സോണിയുടെ അത്രയും ഓപ്പൺ അല്ല. മിഡ്സ് ആൻഡ് ട്രബിൾസ് അത്രയും ബ്രൈറ്റും അല്ല. നമുക്ക് കംഫോർട്ട് ലെവൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇവിടെ നല്ല കുഷനിങ് ഉണ്ട് ഇയർ കപ്സിന്. അതുപോലെ തന്നെ മുകളിലത്തെ ഹെഡ് ബാൻഡിനും നല്ല കുഷനിങ് ഉണ്ട്. സോ കംഫോർട്ടബിൾ ആണ്. ലോങ് ടേം യൂസിനും നമുക്ക് ഇത് കംഫോർട്ടബിൾ ആണ്. വെയിറ്റ് സോണിനെ കമ്പയർ ചെയ്യുമ്പോഴേക്ക് സോണിക്ക് 250 milligram ആണ്. എന്ന സമയത്ത് ഇത് 300 above milligram ഉണ്ട്. എന്നാൽ പോലും നമുക്ക് വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ കൊണ്ട് നമുക്ക് ഇത് കംഫർട്ടബിൾ ആണ് ലോങ് ടൈം യൂസിന്. സൗണ്ട് വൈസ് ഇതിനകത്ത് ഹൈ റെസൊല്യൂഷൻ ഓഡിയോ സപ്പോർട്ട് ഇല്ല. സോണിയുടെ കേസിൽ നമുക്ക് കാണാം LDAC സപ്പോർട്ട് ഉണ്ട് ആൻഡ്രോയിഡ് യൂസേഴ്സിന്. എന്നാൽ ഇതിനകത്ത് അങ്ങനെ ഒരു സപ്പോർട്ട് ഇല്ല. അതേസമയത്ത് ആൻഡ്രോയിഡ് യൂസേഴ്സിന് സ്നാപ്ഡ്രാഗൺ സൗണ്ട് ഉള്ളവർക്ക് അതിനകത്ത് ആപ്റ്റിക്സ് ലോസ്ലെസ് സൗണ്ട് സപ്പോർട്ട് ഉണ്ട്. എന്നാൽ അത് എല്ലാ ഫോണിലും ഇല്ല. അതുപോലെ ആപ്പിളിന് ഒരു ഹൈ റെസൊല്യൂഷൻ ഓഡിയോ സപ്പോർട്ട് ഇല്ല. അപ്പോൾ സൗണ്ട് ക്വാളിറ്റി വൈസ് പക്ഷേ നല്ലതാണ്. നല്ല സൗണ്ട് ക്വാളിറ്റി തന്നെയുണ്ട്. എന്നാൽ പോലും സോണിയുടെ പോലെ ഒരു ഓപ്പൺ സൗണ്ട് സ്റ്റേജ് അല്ല നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. പിന്നെ സോണിക്ക് നല്ലതായിട്ടുള്ള ഒരു ലോഡ് ഫീച്ചേഴ്സ് ആയിട്ടുള്ള ഒരു ആപ്പ് ഉണ്ട്. എന്നാൽ
സോണോസിന്റെ ആപ്പ് ഭയങ്കര ക്ലട്ടേഡ് ആണ്. അതുപോലെ തന്നെ അതിനകത്ത് കുറെ ഗ്ലിച്ചസ് ഉണ്ട്. ഇപ്പോഴും ആ ഗ്ലിച്ചസ് ഒന്നും പൂർണ്ണമായിട്ടും പരിഹരിക്കപ്പെട്ടിട്ടില്ല. സോ അതൊരു വലിയ പ്രശ്നമാണ് സോണോസിനെ കമ്പയർ ചെയ്യുമ്പോഴേക്ക് സോണിയുമായിട്ട്. സോണോസ് എയ്സിലും നമുക്ക് നോയിസ് ക്യാൻസലിംഗ് ഫെസിലിറ്റി അവൈലബിൾ ആണ്. പക്ഷേ സോണിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴേക്ക് അത്രയ്ക്ക് പോരാ എന്ന് തന്നെ പറയാം. പക്ഷേ ഇതിന്റെ സോണോസിന്റെ അവെയർ മോഡ്, ദാറ്റ് ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് അവെയർ മോഡ്. നമുക്ക് ഏകദേശം നമുക്ക് ഹെഡ്ഫോൺസ് വെച്ചിട്ടില്ല എന്ന് തന്നെ നമുക്ക് തോന്നും. അത്രയും ക്ലിയർ ആയിട്ടുള്ള ഒരു അവെയർ മോഡ് നമുക്ക് സോണോസിൽ കിട്ടും. അതേസമയത്ത് സോണിയുടെ കുറച്ചുകൂടെ ആർട്ടിഫിഷ്യൽ ആണ്. എന്നാൽ ANC കമ്പയർ ചെയ്യുമ്പോഴേക്ക് നമുക്ക് എല്ലാ നോയ്സസും കട്ട് ചെയ്യുന്നില്ല. അതൊരു പ്രശ്നമായിട്ട് വരും. പിന്നെ ലോങ് ടേം യൂസിന് ഞാൻ പറഞ്ഞല്ലോ, ഇത് കംഫർട്ടബിൾ ആണ്. എസ്പെഷ്യലി വിത്ത് ദോസ് ഹു ഹാവ് സ്മോൾ ഇയർ. അത് ഇയേഴ്സ് നല്ല പാഡിങ് ഉള്ളത് കൊണ്ട് തന്നെ അകത്ത് കുറച്ച് ഡെപ്ത് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇയർ കംഫർട്ടബിളി അതിനകത്തിരിക്കും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, കുറെ നേരത്തെ യൂസിന് ശേഷം ഇതൊരു വീഗൻ ലെതർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഹീറ്റിംഗ് ഉള്ള സാധ്യതയുണ്ട്. അതുപോലെ ഹോട്ട് ആയിട്ടുള്ള ഏരിയയിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഇത് സെറ്റ് കൂടുതൽ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് വാട്ടർ റെസിസ്റ്റന്റ് അല്ല. അപ്പൊ നമുക്ക് ജിമ്മിൽ പോകുന്നവർക്ക് ഇത് യൂസ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജിമ്മിൽ നമുക്ക് ഹാർഡ് ആയിട്ടുള്ള എക്സസൈസ് ചെയ്ത് എയറോബിക് എക്സസൈസ് ഒക്കെ ചെയ്യുന്നവർക്ക് സെറ്റ് ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ജിമ്മിൽ പോകുന്നവര് കെയർഫുൾ ആയിരിക്കുക. ഇപ്പോൾ മിക്ക ANC ഹെഡ്ഫോൺസും വാട്ടർ റെസിസ്റ്റന്റ് അല്ല. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴേക്കും നമുക്ക് ഇത് ജിമ്മിൽ യൂസ് ചെയ്യാം. പക്ഷെ ഇതാണ് ഇതിന്റെ ഒരു പ്രോബ്ലം ഉള്ളത്. പിന്നെ കമ്പയർ ചെയ്യുമ്പോൾ പ്രൈസ് നോക്കുകയാണെങ്കിൽ ഇത് പ്രൈസി സെഗ്മെന്റിൽ വരുന്നതാണ്. ഓഫേഴ്സ് ഉണ്ടാവും, ബ്ലാക്ക് ഫ്രൈഡേ ഓഫേഴ്സ് ഉണ്ട്. എന്നാൽ പോലും സോണിയും ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴേക്ക് ഇത് ഒരു പ്രീമിയം സെഗ്മെന്റ് ഓഫ് ഹെഡ്ഫോൺ ആണ്. അപ്പൊ അതിന് പ്രൈസി ആണ്. അപ്പോൾ അത് വാല്യൂ ഫോർ മണി പ്രോഡക്റ്റ് ആണെന്ന് നമുക്ക് സോണിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പറയാൻ പറ്റില്ല. ദാറ്റ്സ് മൈ ഒപ്പീനിയൻ. ഹലോ ഫ്രണ്ട്സ്, നേരത്തെ നിങ്ങൾ കണ്ട വീഡിയോ 6 മാസത്തിന് മുമ്പ് ഷൂട്ട് ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ അതിൽ സോണോസ് എയ്സിനെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. സോണോസ് എയ്സ് ഇപ്പോൾ നമുക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ഹെഡ്സെറ്റായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. സോണോസ് എയ്സിന് കഴിഞ്ഞ 6 മാസമായിട്ട് കുറേ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് കുറേ ഫീച്ചേഴ്സും അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രൂ സിനിമ എന്നൊരു ഫീച്ചർ. അതായത് നമ്മൾ സോണോസ് എയ്സിന് സോണോസ് ബീം അല്ലെങ്കിൽ സോണോസ് ആർക്ക് അൾട്ര എന്നുള്ള അവരുടെ സൗണ്ട് ബാറുമായിട്ട് കണക്ട് ചെയ്യുകയും നമുക്ക് ഒരു റൂം കാലിബ്രേഷൻ ചെയ്ത് നമുക്ക് ഒരു ട്രൂ സിനിമാറ്റിക് എക്സ്പീരിയൻസ് കൊണ്ടുവരാനും സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഡ്യുവൽ TV സ്വാപ്പ്, അതായത് 2 സോണോസ് എയ്സ് ഹെഡ്സെറ്റ് ഉള്ളവർക്ക് 2 പേർക്കും സെപ്പറേറ്റ് പേഴ്സണലൈസ്ഡ് ഓഡിയോ എക്സ്പീരിയൻസ് കൊണ്ടുവരുന്നു. സൗണ്ട് ക്വാളിറ്റിയിൽ തന്നെ വളരെയധികം ഇമ്പ്രൂവ്മെൻ്റ് ആണ് സോണോസ് എയ്സ് കൊണ്ടുവന്നിരിക്കുന്നത്. 6 മാസത്തിൽ നിന്ന് ഇപ്പോൾ നമുക്ക് കേൾക്കുമ്പോഴേക്കും വളരെ വ്യത്യാസമുള്ള സൗണ്ട് സ്റ്റേജും അതുപോലെ തന്നെ ഓവറോൾ സൗണ്ട് സിഗ്നേച്ചർ എന്ന് പറയുന്നത് വളരെ രസമുള്ള ഒരു സൗണ്ട് സിഗ്നേച്ചറാണ്. ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന 2 പുതിയ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഹാൻസ്ഡ് ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ എന്നുള്ള ഫീച്ചറും അതുപോലെ തന്നെ ഹൈ ഡെഫിനിഷൻ ഓഡിയോ കോൾസ് വിത്ത് സൈഡ് ടോൺ എന്ന് പറയുന്ന ഫീച്ചറുമാണ്. ഈ എൻഹാൻസ് ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷനിൽ നമുക്കിപ്പോൾ മുടി ധാരാളമായിട്ടുള്ളവർക്ക്, ഇയറിന് മേളിലും മുടിയുള്ളവർക്ക് അല്ലെങ്കിൽ സ്പെക്ടിക്കിൾസ് യൂസ് ചെയ്യുന്നവർക്ക് അവർക്കൊക്കെ അവരുടെ ഫിറ്റിനനുസരിച്ച് തന്നെ നോയിസ് ക്യാൻസലേഷൻ നടക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഹൈ ഡെഫിനിഷൻ ഓഡിയോ കോൾസ് വിത്ത് സൈഡ് ടോൺ എന്നുള്ള ഫീച്ചറിൽ നമ്മുടെ സൗണ്ട് തന്നെ നമുക്ക് ഓഡിയോ കോൾസ് ചെയ്യുന്ന സമയത്ത് കേൾക്കാം. ഇതൊക്കെ ജിമ്മിലൊക്കെ വർക്കൗട്ട് ചെയ്യുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല പ്രീമിയം ഹെഡ്സെറ്റ് തന്നെയാണ് സോണോസ് എയ്സ്. ഇപ്പോൾ നമുക്ക് ബോസിൻ്റെ ഹെഡ്സെറ്റുമായിട്ടോ അല്ലെങ്കിൽ സോണിയുടെ XM5, XM6 ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പോലും ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ആൻഡ് ഔട്ട്സ്റ്റാൻഡിങ് സൗണ്ട് ആയിട്ടാണ് എനിക്ക് സോണോസിൻ്റെ ഹെഡ്സെറ്റ് തോന്നുന്നത്. ഇപ്പോൾ നേരത്തെ ഇത് നമ്മുടെ മലയാളികളായിട്ടുള്ള കുറേ പേര് വ്ലോഗ് ചെയ്തപ്പോഴേക്ക് പറയുന്നുണ്ടായിരുന്നു വളരെ മോശം ഹെഡ്സെറ്റാണ് ഇത്, സോണി XM5 ആയിട്ടൊന്നും താരതമ്യം ചെയ്യാൻ പോലും പറ്റില്ല എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അവരത് റിവ്യൂ ചെയ്യുവാണെങ്കിൽ ഇതൊരു ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും സൂപ്പർ ഹെഡ്സെറ്റായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഇത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾ മടിക്കരുത്. അതുപോലെ നിങ്ങളുടെ ഹെഡ്സെറ്റ് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ സോണോസ് എയ്സ് അല്ലെങ്കിൽ ബോസ് ഒക്കെ ഹെഡ്സെറ്റ് മേടിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇത് അയച്ചു കൊടുക്കുക ഈ വീഡിയോ. താങ്ക് യു.